അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ ജനിച്ച് വിശ്വപൗരനായി മാറിയ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തിയ പണ്ഡിതനും സൂഫിയും ഭരണാധികാരിയുമായ ഒരേയൊരു മലയാളി. ഞാൻ പറഞ്ഞു വരുന്നത് 18-ാം നൂറ്റാണ്ടിൽ മലബാറിലേക്ക് കുടിയേറിയ ഹളർമി കുടുംബത്തിലെ മമ്പുറം തങ്ങളിൽ നിന്നും അവിടുത്തെ മൂന്നാമത്തെ ഭാര്യയായ സെയ്ദത്ത് ഷെരീഫയിൽ നിന്നും 1240 ഹിജറയിൽ ജനിച്ച സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളെ കുറിച്ചിട്ടാണ്. സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളുടെ ഫളുൽ എന്ന പേരിടാൻ തന്നെ കാരണം ഖുർആനിലെ ഫളുൽ മഹാ അനുഗ്രഹം എന്ന അർത്ഥം വരുന്ന ഫളുൽ എന്ന പേരിട്ടതാണ്. പേരിനെ പോലെ തന്നെ അദ്ദേഹം ജീവിതം പുണരുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് പൂക്കോയ എന്ന പേര് വ്യാപകമായത് അത് സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങൾക്ക് ആ പേരുണ്ടായത് കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യപഠനം പണ്ഡിതനും സൂഫിയുമായ പിതാവിൽ നിന്നും പിന്നീട് പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാറിൽ നിന്നും ചാലിലകത്ത് കുസൈ ഹാജിയിൽ നിന്നും പിന്നീട് വിദേശ പണ്ഡിതരിൽ നിന്നുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനയിൽപ്പെട്ട ഒന്നാണ് അസാസുൽ ഇസ്ലാം ലി ബയാനിൽ കലാം പോലത്തെ 18ഓളം അമൂല്യമായ രചനകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഏതൊരു മനുഷ്യൻ എന്താവശ്യത്തിന് വേണ്ടി വന്നാലും അദ്ദേഹത്തെ വെറുതെ മടക്കി അയക്കുന്ന പതിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം ലാ അഥവാ ഇല്ല എന്ന അർത്ഥം വരുന്ന ലാ എന്ന വാക്ക് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ പറയുകയാണെങ്കിൽ അനേകം കറാമത്തിലുള്ള ഒന്ന് ഞാനിവിടെ പറയാം. അദ്ദേഹം മമ്പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 4 ആഗതർ വരികയാണ്. 4 പേരുടെയും മനസ്സിൽ ഇന്നാലിൻ്റെ ഒരു ഭക്ഷണം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് 4 പേരും വന്നിട്ടുള്ളത്. സെയ്ദ് അവരെ സ്വീകരിച്ചിരുത്തുകയും അവർ ഒരു സേവകനെ വിളിച്ച് ഇവർക്ക് ഇന്നാലിന്ന ഭക്ഷണം കൊടുക്കാൻ പറയുകയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ മനസ്സിൽ വിചാരിച്ച ഭക്ഷണം തന്നെയാണ് ആ 4 ആഗതർക്കും കിട്ടിയിട്ടുള്ളത്. വടക്കിനിടയത്ത് അഹമ്മദ് കുട്ടി എഴുതിയ ഫളുൽ മാല അതിലൊരു വരിയുടെ സാരം ഇങ്ങനെയാണ്: രാവും പകലും എന്തുമില്ലാതെ ഇബാദത്തിൽ മുഴുകുന്ന ഫളുലാണോ പറഞ്ഞു. ഈ ഒരു വരിയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി മനസ്സിലാക്കാവുന്നതാണ്. രാവിലും പകലിലും അദ്ദേഹം ഇബാദത്തിലായി മുഴുകിയിട്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാണ് മുഴുവൻ കാലത്തും. അദ്ദേഹം ഹജ്ജിന് പോവുകയും അവിടെ 5 വർഷം താമസിക്കുകയും അവിടെ ഹജ്ജിന് വരുന്നവരിൽ നിന്ന് പഠിച്ചുകൊണ്ടും അദ്ദേഹം വീണ്ടും മലബാറിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ 20-ാം വയസ്സിൽ പിതാവ് വഫാത്താവുകയും പിന്നീട് മമ്പുറം തങ്ങളുടെ സ്ഥാനത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടുകയാണ്. ബ്രിട്ടീഷിലെ കനോലി മദ്രാസ് ബ്രിട്ടീഷ് ഗവർണർക്ക് എഴുതുന്നൊരു കത്തുണ്ട്. അതിലിങ്ങനെയാണ്: മമ്പുറം തങ്ങളുടെ മകൻ സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളും മമ്പുറം തങ്ങളെ പോലെ തന്നെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു സാമ്രാജ്യം തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാടി ബ്രിട്ടീഷുകാരെ വെറുപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണവും കിട്ടുന്നില്ലാത്തതുകൊണ്ട് സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളോട് നാടുവിടാൻ പറയുകയും ഇല്ലെങ്കിൽ പാവപ്പെട്ട മാപ്പിളമാരെ കൊല്ലുമെന്ന് ഭീഷണി പറയുകയായിരുന്നു. പാവപ്പെട്ട മാപ്പിളമാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഇസ്താംബൂളിലേക്ക് പോവുകയാണ്. ഇസ്താംബൂളിൽ അദ്ദേഹം വീണ്ടും മക്കയിലേക്ക് പോയി. മക്കയിൽ എത്തിയ അദ്ദേഹം 18 വർഷം ജീവിക്കുകയാണ് അവിടെ. ആ കാലത്താണ് അദ്ദേഹം അവിടേക്ക് ഹജ്ജിന് വരുന്നവരിൽ നിന്ന് പഠിക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ലോകമെമ്പാടും പാണ്ഡിത്യവും സൂഫിയും വൈജ്ഞാനികവും അദ്ദേഹത്തിൻ്റെത് തിരിച്ചറിയുകയാണ്. അങ്ങനെ മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടുകയും അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്നാണ് വിവാഹം കഴിക്കുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തിന് 3 മക്കളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അതിനവിടെ 18 വർഷത്തിന് ശേഷം അദ്ദേഹം ഗുഫാറിലേക്ക് പോവുകയും അവിടുത്തെ ഗവർണർ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയും വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് തുർക്കിയിലെ ഇസ്താംബൂളിലേക്ക് പോവുകയും അവിടെ എത്തിയ അദ്ദേഹത്തിന് വമ്പിച്ച വരവേൽപ്പും എന്നിട്ട് അവിടുത്തെ ക്യാബിനറ്റ് പദവിയായ പാഷ അഥവാ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകുകയാണ്. അവിടെ നിന്നും അദ്ദേഹം മലബാറിലെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവിടേക്ക് പോകുന്നവരോട് പറയുണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞ ബ്രിട്ടീഷുകാർ വീണ്ടും തുർക്കിയിലെ സുൽത്താൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് അവരോട് പറയുകയാണ് സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങളുടെ മന്ത്രിസ്ഥാനം അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന് കൊടുക്കരുത് എന്ന്. എന്നാൽ സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുകയും സെയ്ദ് ഫളുൽ പൂക്കോയ തങ്ങൾക്ക് സമാശ്വാസവുമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് റെയിൽവേ ഹിജാസ് പദ്ധതി. ഡമസ്കസ് മുതൽ മദീന വരെയുള്ള 1300 കിലോമീറ്ററോളം വരുന്ന പദ്ധതി അദ്ദേഹത്തിന് വമ്പിച്ച വിജയമാണ് ഉണ്ടായത്.
അതിലൂടെയും ബ്രിട്ടീഷുകാർ ഏറെ വിറച്ചു നിന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രിട്ടീഷുകാരെ നിരന്തരം വിറപ്പിച്ച ഒരേ ഒരു മലയാളിയാണ് സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ. വിദേശ രാജ്യത്ത് പോയിട്ടും വിറപ്പിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. അദ്ദേഹം 1317 അദ്ദേഹത്തിന് 70-ാം വയസ്സിൽ അദ്ദേഹം വഫാത്താവുകയും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഇസ്താംബൂളിലെ ഒരു മഹാന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അവരുടെ ബറക്കത്ത് കൊണ്ട് നാം എല്ലാവരെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.